മകളെ പെപ്പ് ഏതാ? പെപ്പ് 5 2008 നവംബറിൽ CAക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ തന്ന ഇൻഫർമേഷൻ? ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ തന്നിട്ടുണ്ട്. എക്സീസ് എത്രയാണ്? 3.6 പെർ. അപ്പോൾ വിച്ച് മീൻസ് എന്താ തന്നിട്ടുള്ളത്? സി ആണ് തന്നിട്ടുള്ളത് അല്ലേ? സി അല്ലെങ്കിൽ ഫുള്ളായിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെ പറയാം? ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം അല്ലേ? അങ്ങനെ തന്നെ കറക്റ്റ് തന്നിട്ടില്ലേ? ഈസ് ഈക്വൽ ടു എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 3.6. ഇനിയിപ്പോൾ ഇവിടെ പെർ യൂണിറ്റ് പെർ ആനം പ്രത്യേകിച്ച് എഴുതാണ്ടല്ലോ. പിന്നെ പറഞ്ഞുള്ളത് എന്താണ്? ടോട്ടൽ ക്യാരിയിങ് കോസ്റ്റ് തന്നിട്ടുണ്ട്. ടോട്ടൽ ക്യാരിയിങ് കോസ്റ്റ് തന്നിട്ടുണ്ട്. എത്ര എമൗണ്ട് പറഞ്ഞു? 9,000. പിന്നെ പറയുന്നത് വാട്ട് വുഡ് ബി ദ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ എക്സ് ഇഫ് ദർ ഈസ് നോ സേഫ്റ്റി സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ എക്സ്. ഇക്കണോമിക് ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചാൽ എന്താ ഉദ്ദേശിച്ചത്? ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചാൽ ഏതാണ്? ഓർഡറിങ് സൈസ് എന്ന് പറഞ്ഞൂടെ? സംശയം എടാ EOQ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഏത്? ഓർഡറിങ് സൈസ്. വേറെ പ്രത്യേകിച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്? ടോട്ടൽ കോസ്റ്റ് ക്യാരിയിങ് തന്നിട്ടില്ലേ? അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ക്യാരിയിങ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു പറയും ഓർഡറിങ് സൈസ്. ക്യാരിയിങ് കോസ്റ്റ് ആണ് ഇക്വേഷൻ. ഓർഡറിങ് സൈസ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സി. ഈ ഓർഡറിങ് സൈസ് തന്നെയാണ് ഇവിടുത്തെ ഇത് EOQ. ഇതിൽ അപ്ലൈ ചെയ്ത് എളുപ്പത്തിൽ കിട്ടൂലേ? ഇതിന്റെ ടോട്ടൽ എമൗണ്ട് അറിയാം. എത്രയാണ്? 9,000 ഈസ് ഈക്വൽ ടു ഓർഡറിങ് സൈസ് അറിയില്ല, അതാണ് കണ്ടെത്തേണ്ടത്. EOQ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എത്രയാണ്? 3.6. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 9 ഇൻറ്റു ഈ 2 അല്ലെ, ഈ 2 ഇങ്ങോട്ട് പോകും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 ഇൻറ്റു 2 എത്രയാ? 9,000 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു EOQ ഇൻറ്റു 3.6. 9,000 ഇൻറ്റു 2 പറഞ്ഞാൽ എത്ര വരും? 18,000 ഈസ് ഈക്വൽ ടു EOQ ഇൻറ്റു 3.6. therefore EOQ ഈസ് ഈക്വൽ ടു ഇവിടെ ഇൻറ്റു അല്ലേ, ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. 18,000 ഡിവൈഡഡ് ബൈ എത്ര വരും? 3.6. എത്ര? 5,000 ആണ് കിട്ടേണ്ടത് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ചിന്തിക്കൂ മലയാളം. ഇത്തരം ക്വസ്റ്റ്യന് വരുമ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് കിട്ടൂല. പെണ്ണെടുക്കാം, എന്നിട്ട് എന്ത് ചെയ്യാൻ വരുന്നത് ഇങ്ങനെ എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ കിട്ടും. ചിലപ്പോൾ കിട്ടൂല. അത്രേ ഉള്ളൂ. ഓക്കെ.